വാക്ക് പാലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. കരാറ് പാലിക്കുക. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ ഇങ്ങനെ നിൽക്കിട്ട് ആൾക്കാരോട് യാചിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ട്. ആരോ പറഞ്ഞു, അതാ അബ്ദുല്ലാഹിൽ മുബാറക് പോകുന്നത്, കണ്ണിന് കാഴ്ചയില്ലേ, മൂപ്പരോട് പറഞ്ഞാൽ മതി, വേറെ കണ്ണിന് കാഴ്ച കിട്ടും. അപ്പൊ കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് പോകുന്നത് കാണൂലല്ലോ. മൂപ്പർ ഉറക്കം വിളിച്ച്, അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളെ, എന്റെ കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു കണ്ണൊന്ന് മേൽപോട്ട് ഉയർത്തിയിട്ട് താഴ്ത്തുമ്പോഴേക്ക് ആ അന്ധനായ മനുഷ്യന് കാഴ്ച കിട്ടിപ്പോയി. അത്ര വലിയ കറാമത്തുള്ള മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. ഇസ്ലാമിന്റെ ശത്രുക്കളായ കുറെ ആളുകൾ അപ്പുറത്ത്, ഇപ്പുറത്ത് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സൈന്യവും തമ്മിൽ നടന്നതിന് യുദ്ധം എന്നാ പറയാം. അതേ സമയത്ത് നിയമം കയ്യിലെടുത്ത് അക്രമ പ്രവർത്തനം നടത്തുന്നതിന് ഭീകരവാദം എന്നാ പറയാം. അപ്പൊ ഇരിക്കട്ടെ, ഒരു രാഷ്ട്രത്തിലെ സൈന്യങ്ങളും വേറൊരു രാഷ്ട്രത്തിലെ സൈന്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോ അതിന്റെ പേര് യുദ്ധം എന്നാണ്, മറ്റേതിന്റെ പേര് ഭീകരവാദമാണ്. ഏതായിരുന്നാലും ശരി, യുദ്ധമാണ്, ഭീകരവാദമല്ല. യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അപ്പുറത്തുള്ളത് ഒരു അമുസ്ലിം സഹോദരനാണ്, മജൂസിയാണെന്നാണ് എന്റെ ഓർമ്മ. നിസ്കാരത്തിന്റെ സമയമായാൽ പിന്നെ യുദ്ധം ചെയ്താണെങ്കിലും നിസ്കാരം കൃത്യമായി നിർവഹിക്കണ്ടേ. അള്ളാഹു പറഞ്ഞത് എന്താ? വിശ്വസിച്ചവരായ അടിമകളോട്, എന്റെ അടിമകളോട് പറയൂ നബിയേ, ഈമാനുണ്ടെങ്കിൽ അവര് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? യുഖീമുസ്സലാ, മുറക്ക് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ഒരു തിരക്കിലും നിസ്കാരം ഖളാക്കാൻ വകുപ്പില്ല, നിസ്കാരം കൈയൊഴിക്കാനും വകുപ്പില്ല. കൃത്യമായി നിസ്കരിക്കണം, അത് മുറക്ക് നിർവഹിക്കണം. ഞാൻ ഈ വർഷം റമദാന് മുതൽക്ക് നടത്തിയ ഏകദേശ പ്രസംഗത്തിലും പറഞ്ഞ 2-3 മസ്അലകൾ, നിയമങ്ങൾ ഞാൻ എന്റെ ചെറുപ്പക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്തേ കാരണം? നമ്മുടെ മുസ്ലിം യുവാക്കൾ എല്ലാം പലരും നിസ്കരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. പക്ഷേ അത് റബ്ബൊന്ന് കബൂൽ ചെയ്ത് കിട്ടണ്ടേ. സുബ്ഹാനല്ലാഹ്, കബൂൽ ചെയ്യുക എന്നത് അവന്റെ അധികാരത്തിലാണ്. റബ്ബേ, ഈ പാവപ്പെട്ട ഞാൻ സംസാരിക്കുന്നത് നീ കബൂൽ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ഉപകാരത്തിനും എത്തൂലല്ലോ. ഞങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനവും ഒരു സംഘടനാ പ്രവർത്തനവും നീ കബൂൽ ചെയ്തില്ലെങ്കിൽ ഫലവത്താകൂലല്ലോ. ഞങ്ങളെല്ലാ അമലുകളും നിന്റെ മഹവായ ഫദ്ല് കൊണ്ട് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു തആല മുത്തഖീകളിൽ നിന്ന് മാത്രമേ കബൂൽ ചെയ്യുകയുള്ളൂ. അങ്ങനെ ഖുർആനിലുണ്ടല്ലോ, അത്തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാണെന്ന് നബി തങ്ങൾ നെഞ്ചിലേക്ക് ചൂണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് അതിനർത്ഥം? മനുഷ്യന്റെ ഹൃദയത്തിൽ വൈരാഗ്യം പറ്റൂല, വിദ്വേഷം പറ്റൂല, അഹങ്കാരം പറ്റൂല, ലോകമാന്യം പറ്റൂല, ജനങ്ങൾക്കിടയിൽ ആളാകാൻ വേണ്ടിയുള്ള പണി പറ്റൂല, അതേ അമല് പറ്റൂല. അതുപോലെ മറ്റൊരാളോട് അസൂയ പറ്റൂല, ഞാനൊരു വലിയവനാണെന്ന ചിന്ത പറ്റൂല. മറ്റൊരാളോ എന്ത് തന്നെ ഇങ്ങോട്ട് ചെയ്തവരാണെങ്കിലും അങ്ങോട്ട് വിദ്വേഷം പറ്റൂല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിന്നോടൊരാൾ തെറ്റ് ചെയ്താൽ നീ എങ്ങനെ ചിന്തിക്കണം എന്നറിയോ? നിനക്ക് കിഡ്നി തന്ന റബ്ബില്ലേ, നിനക്ക് ഹാർട്ട് തന്ന റബ്ബില്ലേ, നിനക്ക് ബ്രെയിൻ തന്ന റബ്ബില്ലേ, നിനക്ക് കരള് തന്ന റബ്ബില്ലേ, നിനക്ക് കണ്ണും കയ്യും കാലും നാക്കും മൂക്കും എല്ലും പല്ലും തോലും തന്ന റബ്ബില്ലേ, നിനക്കെല്ലാം തന്ന റബ്ബില്ലേ. ആ റബ്ബ് കൽപ്പിച്ചത് നീ പലതും ഒഴിച്ചില്ലേ? അവൻ വിരോധിച്ച പലതും നീ നോക്കിയില്ലേ? അവൻ വിരോധിച്ച പലതും നീ കേട്ടില്ലേ? അവന്റെ വെള്ളവും കുടിച്ച് അവന്റെ ഭക്ഷണവും കഴിച്ചു, ഓരോ സെക്കൻഡിലും അവന്റെ ഓക്സിജനും ശ്വസിച്ച് അവൻ കാണുന്ന സ്ഥലത്ത് ജീവിച്ചുകൊണ്ട് നീ പടച്ചവനോട് തെറ്റ് ചെയ്തില്ലടോ. ആ റബ്ബിനോട് നീ തെറ്റ് ചെയ്തിട്ട് നിനക്കെന്താണ് ന്യായീകരണം?
നിനക്ക് വല്ല ന്യായീകരണവും പറയാനുണ്ടോ? നിനക്ക് പറയാനുള്ളത് പറ്റിപ്പോയതാണ്, മാപ്പാക്കണം എന്നല്ലേ? അപ്പോൾ താണുകേട് നീ അപേക്ഷിക്കുമ്പോൾ മാപ്പ് തരുന്നില്ലേ അല്ലാ? എങ്കിൽ ചോദിക്കട്ടെ, മറ്റൊരു മനുഷ്യൻ, നീയല്ല അവന് ഓക്സിജൻ കൊടുക്കുന്നത്, നീയല്ല അവന് കരൾ കൊടുത്തത്, നീയല്ല അവന് കിഡ്നി കൊടുത്തത്, നീയല്ല അവന് ഹാർട്ട് കൊടുത്തത്, അതൊക്കെ ഉടമസ്ഥനായ പടച്ച റബ്ബാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമയാണ് അദ്ദേഹം. നീയും റബ്ബിന്റെ അടിമയാണ്. ആ അടിമ ഉടമസ്ഥനായ റബ്ബിന്റെ അടിമക്ക് ഉടമസ്ഥൻ മാപ്പ് കൊടുക്കുന്നുണ്ടല്ലോ. എങ്കിൽ അവനെ പോലുള്ള നിനക്ക് നിന്നോട് ചെയ്ത തെറ്റൊന്ന് മാപ്പ് കൊടുത്തുകൂടെ? നീ അങ്ങനെ ചിന്തിക്കണം. ആ ഒരു വിശാലമായ ചിന്തയില്ലാത്തത് കൊണ്ടല്ലേ പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി ജീവിക്കുന്ന കുടുംബം അതിന്റെ വേദന സഹിക്കുന്നത് പിഞ്ചു മക്കളാണ്. ആ മക്കളെ വിദ്യാഭ്യാസം തകരുകയാണ്, ആ മക്കളുടെ മനസ്സ് പൊട്ടുകയാണ്. അതുപോലെ ജേട്ടനും അനുജനും തമ്മിൽ തെറ്റിയിട്ട് ബാപ്പയും ഉമ്മയും ഖബറിൽ വെച്ച് വിഷമിക്കുകയാണ്. അങ്ങനെ ഒരുപാട് തെറ്റുകൾ നമ്മൾ കാണുന്നില്ലേ? വാസ്തവത്തിൽ അതാ തെറ്റ് ഒരാൾ ചെയ്താൽ തന്നെ മാപ്പ് കൊടുക്കാനുള്ള മനസ്സില്ലാഞ്ഞിട്ടല്ലേ? അല്ലാഹു തആല സ്വർഗം കൊടുക്കുന്നവരെ സംബന്ധിച്ച് പറയുമ്പോ ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീങ്ങൾക്ക് തയ്യാർ. അവരാരാണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. സന്തോഷമുള്ള സമയത്തും അവർ ചെലവഴിക്കും, വിഷമമുള്ള സമയത്തും അവർ ചെലവഴിക്കും. വൽ കാളിമീനൽ ഗൈള. ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കൂല, അതങ്ങ് വിഴുങ്ങിക്കളയും. വല്ലാഫീന അനിന്നാസ്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണവർ. അവർക്ക് സ്വർഗം തയ്യാർ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഓരോ മുഅ്മിനും മുഅ്മിനത്തും, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും, അയൽവാസി മറ്റൊരു അയൽവാസിക്കും, കുടുംബക്കാരൻ വേറൊരു കുടുംബക്കാരനും, ശിഷ്യനും ഉസ്താദിനും ഉസ്താദ് ശിഷ്യനും, അതേ സുഹൃത്തുക്കൾ തമ്മിലും, SYS കാരൻ മുസ്ലിം ജമാഅത്തിനും മുസ്ലിം ജമാഅത്തുകാരൻ SSF കാരനും, അങ്ങനെ എല്ലാവരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം. ഒരിക്കലും തന്നെ വാശിയുള്ളവരാകാൻ പാടില്ല. സലാത്തുൻ, 3 കാര്യമുണ്ടോ? ഹാസബഹുല്ലാഹു ഹിസാബൻ യസീറ. അവനെ അല്ലാഹു തആല കൂടുതൽ കണിശമായി വിചാരണ ചെയ്യാതെ വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് ഗ്രീൻ ചാനലിലൂടെ വിടും. അതിനെന്താ വേണ്ടത്? തുതീമൻ ഹറമക്. നിനക്ക് ഇങ്ങോട്ട് തരാത്തവന് നീ അങ്ങോട്ട് കൊടുക്കുന്ന സ്വഭാവക്കാരനാകണം. അതേപോലെ തന്നെ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാകണം. നിന്നെ ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നവനാകണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനെ സംസ്കരിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഉപദേശങ്ങളല്ലേ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അതേ, കരാറ് പാലിക്കുക എന്നത് അത് വളരെ ഗൗരവമുള്ളതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി. നിസ്കാരം ഏതൊരു മുഅ്മിനും ഒരു നേരത്തെ നിസ്കാരവും നഷ്ടപ്പെടുത്തിക്കൂടാ. നിസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലാൻ തുടങ്ങുന്നതും കൈ പൊക്കാൻ തുടങ്ങുന്നതും തക്ബീർ തീരുന്നതും കൈ പൊക്കി തീരുന്നതും ഒരേ സമയത്താവുക. അല്ലാഹു അക്ബർ, പിന്നെ കൈ താഴ്ത്തി കെട്ടുക. അങ്ങനെ താഴ്ത്തി കെട്ടുമ്പോ പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചോട കെട്ടുക. ഷാഫി മദ്ഹബുകാർ, ഹനഫി മദ്ഹബുകാർ കുറച്ചും കൂടി താഴ്ത്തി കെട്ടണം, പൊക്കിളിന്റെ ചോട കെട്ടണം. വേറെ ചില മദ്ഹബിൽ തീരെ താഴ്ത്തി ഇടാം. എന്നാൽ ഈ നെഞ്ഞത്ത് കൈ കെട്ടുന്ന കൂട്ടറുണ്ട്, ഖദറ എന്നിട്ട് ഈ അപായം എന്ന് നമ്മളെ ഈ ട്രാൻസ്ഫോമറിന്റെ മേലെ എഴുതി വെച്ച മാതിരി. അതൊറ്റ മദ്ഹബിലും ഇല്ല, ഒരു ഇമാമും പറഞ്ഞിട്ടില്ല.
ഇരിക്കട്ടെ. പക്ഷെ അത് വലിയ ഉപകാരമാണ്. കാരണം അങ്ങനെ കണ്ടാൽ പിന്നെ നമ്മൾ തുറന്ന് സ്കെച്ച് പോകില്ലല്ലോ, നമ്മൾക്ക് നമ്മളെ ബോഗി കൊളുത്തുന്നതിൽ പെട്ടുപോകില്ലല്ലോ, എഞ്ചിന് കേട്ടിട്ട് മനസ്സിലാവും. അത് വലിയൊരു ഉപകാരമാണ്. ഏതായിരുന്നാലും ശരി, നിസ്കാരം നിർവഹിക്കുമ്പോ ഇത് സുന്നത്തായ രൂപമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ കടുകടുത്ത ചൂടിൽ ഇവിടെ വന്നിരുന്നത്? ഇൽമു കേൾക്കാനല്ലേ? എനിക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഉപകരിക്കണ്ടേ? അല്ലാഹ് ഞങ്ങൾ അമലൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു അക്ബർ. അല്ലാഹ് എന്ന് പറയുമ്പോ ആ എന്ന അക്ഷരം തൊണ്ടയുടെ അങ്ങേ തലക്കുന്നാണ് നമ്മൾ ഉച്ചരിച്ച ആ. അതേപോലെ ഉച്ചരിക്കേണ്ട ഒരു വാചകാണ് അക്ബർ ആ. അപ്പൊ അല്ലാഹു അക്ബർ. അതിന് പകരം പലരും ചിലപ്പോ പറയല് അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ ശേഷം വാ വാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഹംസില്ല. അത് പറ്റൂല. അല്ലാഹു അക്ബർ ആ. പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തും. ഇനി വേറൊന്നാ പറയാൻ പോലെ, സുബ്ഹാനല്ലാഹ്, ഈ ഹാഫ് ഷർട്ട് ഇടുന്ന പലരും ഉണ്ട്, നീളക്കുപ്പായ ഇടുന്നവരും ഉണ്ട്. ഹാഫ് ഷർട്ട് ഇടൽ ഹറാമൊന്നല്ല, കറാത്താന്നും പറയാൻ പറ്റൂല. അത് ഹാഫ് ഷർട്ട് ഇട്ടാൽ എന്താ, ബെൽറ്റിൽ നിന്ന് സാധനമൊക്കെ എടുക്കാൻ ചിലപ്പോൾ സുഖം. ഞാനൊക്കെ ഇപ്പൊ ബെൽറ്റിൽ നിന്നൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര പണിയാണ്. അപ്പോ അതുകൊണ്ട് അത് മുടക്കാനും പറ്റില്ല. അതേസമയത്ത് നിങ്ങൾ കുപ്പായാൽ അതിന് കുറച്ചുകൂടി പുണ്യമുണ്ട്. അതുകൊണ്ടാണ് ഖതീബ് ഖുതുബക്ക് കയറുമ്പോൾ മുറിയും കുപ്പായിട്ട് കയറാത്തത്. അതിരിക്കട്ടെ. എന്നാൽ സുഹൃത്തുക്കളെ, ഈ ഹാഫ് ഷർട്ട് ഇടുന്നവരും അതേപോലെ ടീഷർട്ട് ധരിക്കുന്നവർ രണ്ടും തെറ്റല്ല. അവര് ഇൻസൈഡ് ആക്കിയിട്ട് ധരിക്കുന്നവരുണ്ട്, അത് സുഖ. കാരണം അതുകൊണ്ട് വലിയ കുഴപ്പം വരില്ല. ഇൻസൈഡ് ആക്കാത്തവരെ പറ്റിയേ ഞാൻ പറയാം. അവർക്കെന്താ പ്രശ്നം? ഞാനിപ്പോൾ അടുത്ത് ദുബായിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഏതോ ഒരു നാട്ടുകാരനാ, മലയാളി ഒന്നല്ല, ഒരാൾ വന്ന് നിസ്കരിക്കുന്നത് കണ്ടു. നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ ടീഷർട്ട് മുന്നില് രണ്ട് ഭാഗത്തും, വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും പിടിച്ചൊന്ന് താഴ്ത്തി, ബേക്കിലും പിടിച്ചൊന്ന് താഴ്ത്തി. ഒരു കുഴപ്പമില്ല, നിസ്കരിക്കുന്നതിന് മുമ്പല്ലേ, ഒരു കുഴപ്പമില്ല. നിസ്കാരത്തിൽ കൈകെട്ടിയതിന് ശേഷം പിന്നെയും പിടിച്ച് താഴ്ത്തി, രണ്ട് തലയും രണ്ട് ഭാഗത്തും പിടിച്ചിട്ട് ഒന്ന് താഴ്ത്തി, ഇപ്പുറം താഴ്ത്തി. റുക്കൂ പോകാൻ നോക്കുമ്പോൾ പിന്നെയും താഴ്ത്തി, ഈത്തിദാൽ വന്നപ്പം പിന്നെയും താഴ്ത്തി, താഴ്ത്തലോട് താഴ്ത്തി. നിസ്കാരം കുയിലെത്തിയിരുന്നു. കാരണം 4 അനക്കാണിയത്, 3 അനക്കം കൊണ്ട് നിസ്കാരം പാത്രമാവും. 1 2 കൈയെടുത്ത് ഇവിടെ ഇങ്ങനെ പിടിച്ച് താഴ്ത്തുമ്പോൾ 2 അനക്കായി, ബേക്കിൽ കൂടി താഴ്ത്തുമ്പോ 4 അനക്കായി, 3 അനക്കം കൊണ്ട് നിസ്കാരം പാത്രമാവും. ഇത് പ്രത്യേകം സാധാരണക്കാര് പ്രത്യേകിച്ചും അല്ലാത്തവരും എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയാം. നമ്മുടെ നിസ്കാരം അധ്വാനിച്ച് നിസ്കരിച്ച് ബാത്തിലാക്കിയിട്ട് കാര്യമില്ലല്ലോ, അത് സഹീഹാകണ്ടേ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാൻ. ഇനി ഒറ്റൊന്നും കൂടി അതേപോലത്തെ ഒന്നും കൂടി പറയാൻ. സമയല്ലാഹു ലിമൻ ഹമീദ, കൈ താഴ്ത്തിയിട്ട് അടക്കി അവിടെ വെക്കണം. ചിലര് സമയല്ലാഹു ലിമൻ ഹമീദ പിന്നെ ഇങ്ങനെ ക്ലോക്കിന്റെ പെൻഡല് ആടുമ്പോലെ ആടുകയാണ്, ആടി നിൽക്കുകയാണ്. ഇപ്പോഴേക്കും നിസ്കാരം പാത്തിലോ, അങ്ങനെ ആടാൻ പറ്റൂല. നിസ്കാരവും നോമ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിസ്കാരവും ഹജ്ജും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ അവൻ ഹജ്ജ് എന്ന ഇബാദത്തിലേക്ക് കടന്നു. പക്ഷേ അയാൾക്ക് ഓടാം, ചാടാം എന്നല്ല, ചിലപ്പോൾ ഓടണം, ചിലപ്പോൾ എറിയണം, അങ്ങനെയൊക്കെയാണ് ഹജ്ജില്. അങ്ങനെ പല പണിയെടുക്കണം. അതേപോലെ നിസ്കാരത്തിൽ ചെയ്താലോ, നിസ്കാരത്തിൽ ഓടി അങ്ങനെ ഉണ്ടാവും. അതേപോലെ നിസ്കാരത്തിൽ എറിഞ്ഞ അങ്ങനെ ഉണ്ടാവും. ഒന്നും പറ്റൂല. നോമ്പിനോ, നോമ്പ് എന്ന് പറഞ്ഞാൽ സുബ്ഹി മുതൽക്ക് മഗ്രിബ് വരെ ഇബാദത്താണ്, സ്ഥിരമായ ഇബാദത്താണ്. പക്ഷേ ഇടയ്ക്ക് ബാത്റൂമിൽ പോവാ, വാഷ്റൂമിൽ പോവാ, ടോയ്ലറ്റിൽ പോവാ, മൂത്രമൊഴിക്കുക, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നോമ്പേറിന് നോമ്പ് എന്നുള്ള ഇബാദത്തിൽ തന്നെയാണ് അയാള്. പക്ഷേ അയാൾക്ക് ഇങ്ങനെ പലതും പറ്റും. നിസ്കാരം അങ്ങനെയൊന്നുമല്ല. അച്ചടക്കമുള്ളവരായി നിസ്കരിക്കണം. ഇത് പടച്ച റബ്ബുമായുള്ള സംഭാഷണമാണ്. അതേ അസ്സലാത്തു മിറാജുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ മിറാജാണ്. അപ്പോൾ അല്ലാഹുമായുള്ള സംഭാഷണമാണ്. പടച്ചവൻ മുന്നിലുള്ളതുപോലെ കരുതണം. അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്, നിസ്കരിക്കുന്ന സമയത്ത് ആരും മുന്നിലേക്ക് തുപ്പല്ലേ.
ഖിബിലയുടെയും നിങ്ങളുടെയും ഇടയിൽ റബ്ബുണ്ട് എന്ന് പറഞ്ഞാൽ പടച്ചവൻ ഒരു സ്ഥലത്തുണ്ടെന്നല്ലല്ലോ അതിന്റെ അർത്ഥം. മറിച്ച് അങ്ങനെ അല്ലാഹു മുന്നിലുള്ളതുപോലെ പടച്ച റബ്ബിനോടുള്ള സംഭാഷണമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട്, അതേ നിങ്ങൾ അതാ DIG-യോട് അല്ലെ IG-യോട് അല്ലെ DGP-യോട് അല്ലെ മുഖ്യമന്ത്രിയോട് അങ്ങനെയുള്ള ആരോടെങ്കിലും സംസാരിക്കുമ്പോ ഇടക്കിടക്ക് ഇങ്ങനെ കുപ്പായം പിടിച്ച് താഴ്ത്തുമോ? അപ്പുറവും പിടിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് താഴ്ത്തുമോ? വേണ്ട. നിങ്ങളെ ഉസ്താദുമാരെ മുമ്പിൽ ചെന്ന് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ കുപ്പായം പിടിച്ച് താഴ്ത്തുമോ? അതേപോലെ തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമോ? അല്ലാഹുവുമായുള്ള സംഭാഷണം നടത്തുമ്പോ നിസ്കാരത്തിന്റെ അനക്കങ്ങളല്ലാതെ വേറെ അനക്കങ്ങൾ ഇല്ലാതെ നോക്കണം. മൂന്നനക്കം വന്നുപോയാൽ നിസ്കാരം ബാത്തിലായി പോയി. ആ മൂന്നനക്കം, ഒരു അനക്കത്തിന്റെയും മറ്റൊരനക്കത്തിന്റെയും ഇടയിൽ വലിയ വിടവുണ്ടെങ്കിൽ മൂന്ന് ഒന്നിച്ച് കണക്കാക്കൂല. ഈ റകഅത്തിൽ ഒരനക്കം വന്നു, അടുത്ത റകഅത്തിൽ വേറൊരനക്കം വന്നു, അത് മൂന്നായി കൂട്ടൂല. അതേ സമയത്ത് ഒരനക്കത്തിന്റെയും മറ്റൊരനക്കത്തിന്റെയും ഇടയിൽ ഒരു ഫാത്തിഹ ഓതുന്ന സമയം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ അനക്കം വരുന്നതെങ്കിൽ അതും ഒരനക്കമായി മാത്രമേ കരുതൂ, മൂന്നായിട്ട് കൂട്ടിച്ചേർക്കൂല. ഇനി അതിനേക്കാൾ അല്പം കുറഞ്ഞാലും ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്ന സമയമെങ്കിലും കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ അനക്കമെങ്കിൽ കൂട്ടിച്ചേർത്ത് മൂന്നെണ്ണമെന്ന് എണ്ണൂല. അല്ലാതെ ചിലരൊക്കെ ധാരണ ഒരു സുബ്ഹാനല്ലാഹ്ന്റെ ഖദർ കഴിഞ്ഞാൽ പിന്നെയുള്ള അനക്കം ഈ അണക്കത്തിന്റെ കൂടെ കൂട്ടൂല എന്നൊരു തെറ്റിദ്ധാരണ പല മുതഅല്ലിമീങ്ങൾക്കും ഉണ്ടെന്ന് തോന്നുന്നു. അത് തിരുത്തേണ്ടതാണ്. മൂന്നനക്കം അനങ്ങിയാൽ തുടർച്ചയായി വന്നാൽ നിസ്കാരം ബാത്തിലായി പോയി. ആ നിസ്കാരം എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഉപദേശമാണ്. ഖുൽ പറയൂ നബിയേ, ലിഇബാദി, എൻ്റെ അടിമകളോട് പറയൂ. അവരുടേതെല്ലാം അവർ തന്നെയും അവരെല്ലാം എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, എൻ്റെ അടിമകളാണ് അവർ. അവരോട് പറയൂ, വിശ്വസിച്ചവരല്ലേ. അതേ, നിങ്ങൾ പോയിട്ട് അമുസ്ലിം സഹോദരനോട് നിസ്കരിക്കാൻ പറയുന്നതിനർത്ഥമില്ല. മുഅ്മിനീങ്ങളായ അടിമകളോട് പറയൂ, യുഖീമുസ്സലാ, അവർ നിസ്കാരം കൃത്യമായി മുറയ്ക്ക് നിലനിർത്തട്ടെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത് CM വലിയുള്ളാന്റെ മജ്‌ലിസാ. എല്ലാവരും വളരെ കൃത്യമായി നിസ്കരിക്കണം. ഫർള് നിസ്കാരങ്ങളൊക്കെ വളരെ ഭംഗിയായി നിസ്കരിച്ചതിന്റെ പുറമെ ഒരൊറ്റ രാത്രിയിൽ 1000 റകഅത്ത് സുന്നത്ത് നിസ്കാരം വരെ നിർവഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അത് അവിടുത്തെ ചരിത്രത്തിൽ കാണാം. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് നിസ്കാരം കളാക്കുകയില്ലെന്നും നിസ്കാരം കൈയൊഴിക്കുകയില്ലെന്നും നമ്മൾ ഉറപ്പിക്കണം. ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് പോകട്ടെ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ അമുസ്ലിമിനോട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയുടെ സമയമായി, ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നത് വരെ നമ്മൾ യുദ്ധം നിർത്തിവെക്കല്ലേ എന്ന് ചോദിച്ചു. ഇപ്പോഴത്തെ പോലെ ബോംബ് കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ വലിയ ബിൽഡിങ്ങിന്റെ മുകളിലിട്ട് നിരപരാധികളെ കൊല്ലുന്ന യുദ്ധമല്ല. മറിച്ച് അപ്പുറത്തും ഇപ്പുറത്തും വാളും പരിചയം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും തടുക്കുകയും ചെയ്യുന്ന യുദ്ധമാണ് അന്നത്തെ കാലത്തെ യുദ്ധം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോളി, കുറച്ചുനേരം നിർത്തിയേക്കാന്ന്. അങ്ങനെ അബ്ദുല്ലാഹിൽ ബാറക്കല്ലാഹു നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് വരുന്നവരെ ഇയാൾ കാത്തുനിന്നു. നിസ്കാരം തുടങ്ങി, നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു വീണ്ടും യുദ്ധം തുടങ്ങി. ആ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ നേരത്തെ നിസ്കരിക്കാൻ വേണ്ടി ടൈം കൊടുത്ത ആ അമുസ്ലിം സഹോദരൻ പറഞ്ഞു, ഇതാ എൻ്റെ പ്രാർത്ഥനയുടെ സമയമായി, അതുകൊണ്ട്
നിങ്ങൾ കുറച്ച് സമയം നമ്മൾ നിർത്തിവെക്കുകയല്ലേ എന്ന് ചോദിച്ചു. നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മൾ നിർത്തി തന്നല്ലേ, അപ്പൊ നിങ്ങൾ എനിക്ക് കുറച്ച് സമയം നിങ്ങളും നിർത്തിവെക്ക, അങ്ങനെ കുറച്ച് സമയം നിർത്തിവെക്കുകയല്ലേ എന്ന് ആ സഹോദര സമുദായത്തിൽപ്പെട്ട ആളെ ചോദിച്ചു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെയല്ലേ സാധാരണ ഒരു പാലട്ടാല് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കൂലേ, അല്ലാതെ ഒരു ഭാഗത്ത് മാത്രം അങ്ങനെ ഉണ്ടാവൂ, അത് ഉണ്ടാവൂലല്ലോ. അപ്പോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥനക്ക് പോയി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇങ്ങനെ നോക്കുമ്പോ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഈ മനുഷ്യൻ ഒരു വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാണ്. വിഗ്രഹത്തിന് അദ്ദേഹം സുജൂദ് ചെയ്യാണ്. അത് കണ്ടപ്പോ ഞാനിപ്പോ യുദ്ധം നിർത്തിവെച്ചത് ഇതിനു വേണ്ടിയാ, ഇയാൾക്ക് ഈ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാന്. അബ്ദുല്ലാഹിൽ ബാർക്കുള്ളാഹു തോന്നി, ഇപ്പൊ ഈ സുജൂദ് കിടക്കുമ്പോ തലാങ് വെട്ടി കളഞ്ഞാലെന്താ? മെല്ലെ വാളും എടുത്ത് അബ്ദുല്ലാഹിൽ ബാർക്ക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമീപത്തങ്ങ് എത്തുമ്പോ ഒരു ശബ്ദം കേൾക്കുന്നു. എന്താണ് ശബ്ദം? സൂറത്തുൽ ഇസ്രായിൽ ഒരു വാചകമാണ്, വൗഫൂ ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊലാ. നിങ്ങൾ കരാറ് പാലിക്കണേ, വാക്ക് പാലിക്കണേ. കരാറിനെ സംബന്ധിച്ച് അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടും. സുബ്ഹാനല്ലാഹ്. ഇയാൾ എന്താ ചെയ്യുന്നത്? വിഗ്രഹത്തിന് സുജൂദിയാണ്. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള പണിയൊന്നല്ല. പക്ഷേ കരാറ് ആരോട് നടത്തിയാലും ഇസ്ലാമിൽ വർഗീയതയില്ല. എല്ലാവർക്കും നിയമം ഒന്നാ. കളവ് ആരോടും പറയാൻ പാടില്ല. അമുസ്ലിമിനോട് കളവ് പറയാൻ അങ്ങനെ ഇസ്ലാമുണ്ടോ? അമുസ്ലിമിന്റെ കക്കാം അങ്ങനെ ഇസ്ലാമുണ്ടോ? ഇല്ലല്ലോ. അമുസ്ലിം സ്ത്രീയെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ അങ്ങനെ ഇസ്ലാമുണ്ടോ? അങ്ങനെ ഒരു ഇസ്ലാമില്ല. ഇസ്ലാം അത് വളരെ സുതാര്യമാണ്, അത് വളരെ ക്ലിയറാണ്. അതിൽ വർഗീയതയില്ല, അതിൽ ഭീകരവാദമില്ല, തീവ്രവാദമില്ല, അതിൽ അനാവശ്യങ്ങളൊന്നുമില്ല. ഖുർആനിലെ വാചകമാണ് ആരോ വിളിച്ചു പറയുന്നത് പോലെ കേൾക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി, പൊട്ടിക്കരഞ്ഞു പോയി, വിറച്ചുപോയി. ആ അമുസ്ലിം സഹോദരന്റെ സാഷ്ടാംഗം കഴിഞ്ഞു. അവൻ തലപൊക്കി നോക്കുമ്പോൾ പ്രതിയോഗിയായ പണ്ഡിതൻ കരയുകയാണ്, വിറക്കുകയാണ്. കാരണം തിരക്കിയപ്പോ ഉള്ളതുള്ളതുപോലെ സംഭവം മുഴുവനും അങ്ങ് വിവരിച്ചു. ആ സംഭവം കേട്ടപ്പോൾ ആ മുസ്ലിം സഹോദരൻ അതാ പറയുന്നു, നിങ്ങൾ ആരാധിക്കുന്ന പടച്ച റബ്ബ്, ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ്, അവന്റെ വല്ലാത്ത നീതി തന്നെ. അതേ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. പടച്ചവനേക്കാൾ നീതിയുള്ളവനുണ്ടോ? നിങ്ങൾ ആരാധിക്കുന്ന പടച്ചവൻ വല്ലാത്ത നീതിയുള്ള രാജാവ് തന്നെ. ഞാൻ ഇന്നുവരെ അവനൊരു സുജൂദ് ചെയ്തിട്ടില്ല, അവനാണ് ആരാധ്യനെന്ന് വിശ്വസിച്ചിട്ടില്ല. ഞാൻ അതാ പടച്ചവൻ പറഞ്ഞേച്ച നബിയെ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ആ പടച്ചവനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ഭൂമി ലോകത്തുള്ള കല്ല് പോലെയുള്ള വസ്തുക്കൾക്കാണ് ആരാധന ഇന്നുവരെ നടത്തി വന്നത്. ഇപ്പോഴും ഞാൻ ആ കല്ലിനെ ആരാധിക്കുമ്പോൾ അതാ പടച്ചവന്റെ ഖുർആൻ അംഗീകരിച്ച നിങ്ങൾ എന്നോട് വാക്ക് ലംഘിക്കാൻ നോക്കിയപ്പോൾ പടച്ചവൻ ഖുർആനിലെ ആയത്ത് കേൾപ്പിച്ച് നിങ്ങളെ തിരുത്തിയല്ലോ. ഇനി ഞാൻ സംശയിച്ചു നിൽക്കുന്നില്ല. ഈ നീതിയുടെ പ്രസ്ഥാനമായ ഇസ്ലാമിൽ ഞാനും മെമ്പർഷിപ്പ് എടുക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമത്തു തൗഹീദ് ചൊല്ലി ഇസ്ലാമിലേക്ക് വരുന്നു.
കരാറ് പാലിക്കൽ വളരെ ഗൗരവമുള്ളതാണ്. പ്രഗത്ഭകാരികളുടെ കീഴിൽ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താം. CMM തജ്വീദ് ട്രെയിനിങ് എവിടെ നിന്നും എപ്പോഴും. വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപനത്തിന് അവസരം. ലളിതമായ പാഠ്യപദ്ധതി. ഉസ്താദുമാരുടെ കീഴിൽ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസുകൾ. കൃത്യമായ വാട്സപ്പ് ഫോളോ അപ്പ്. എല്ലാ മാസവും എക്സാം നടത്തി ഓരോ പഠിതാവിന്റെയും പഠന നിലവാരം ഉറപ്പുവരുത്തുന്നു. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉറപ്പുവരുത്തുന്ന ബാച്ച് ക്രമീകരണം. എല്ലാ പഠിതാക്കൾക്കും ഒരുപോലെ പഠനം മെച്ചപ്പെടുത്താനുള്ള അവസരം. ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. CMM നോളജ് വേൾഡ്.